അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ അള്ളാഹുവിന്റെ സിംഹാസനം അർശ് വരെ കിടുങ്ങുന്ന രൂപത്തിൽ നമ്മുടെ ദുആഇന് ഇജാബത്ത് കിട്ടാൻ പറ്റുന്ന പവർഫുള്ളായ ഒരു ഇസ്മ അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിലുണ്ട്. ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മൾ ആ ചോദിക്കുന്ന ദുആ റബ്ബ് തട്ടിക്കളയൂല എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വെറും 5 തവണ ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് എങ്കിൽ ആ കാര്യം നടന്നു കിട്ടും, അതിൽ ഫത്ഹ് ഉണ്ടാകും, വിജയമുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഇസ്മ കൂടെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, അതുപോലെ തന്നെ ഒരുപാട് മുറാദുകൾ ഉള്ളവർ അല്ലാഹു എല്ലാവർക്കും നല്ല പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്മാഉൽ ഹുസ്ന വലിയ അത്ഭുതമാണല്ലോ അല്ലേ? അള്ളാഹുവിന് കുറേ ഇസ്മുകളുണ്ട്. 1,00,000-ൽ പരം വരുന്ന ഇസ്മുകളുണ്ട് എന്നും, അതല്ല 1000-ഓളം വരുന്ന ഇസ്മുകളുണ്ട് എന്നും, 100-ൽ കണക്കിന് വരുന്ന ഇസ്മുകളുണ്ട് എന്നും ഒക്കെ പല റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് 99 നാമങ്ങൾ നമ്മൾ കേൾക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെയാണ്. അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും വലിയ പവറുണ്ട്. ഓരോ ഇസ്മുകൾക്കും അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റുന്ന അത്ര പവറുള്ള ഇസ്മുകൾ ഈ അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിലുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, എന്താണ് ഈ അർശ് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്താണ് ഉസ്താദ് ഈ അർശ്? പലയിടത്തും കേൾക്കാറുണ്ട്, ദുആ ഇറക്കുമ്പോൾ കേൾക്കാറുണ്ട്. അർശിനേക്കാൾ അർശിനെ ചുറ്റുന്ന മലക്കുകൾ അല്ലെ, അർശിനെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന മലക്കുകൾ. മഹാനായ ഒരു സ്വഹാബി വഫാത്തായപ്പോൾ, സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് അർശ് വരെ കിടുങ്ങിപ്പോയി. ഇങ്ങനെ അർശ് എന്ന് കേൾക്കുന്നുണ്ട്. ഈ അർശ് എന്ന് പറയുന്ന സാധനം, അർശ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സിംഹാസനമാണ്. അതായത് അതിന് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അതിന്റെ വലിപ്പവും വിസ്തീർണവും ഒക്കെ പറയുകയാണെങ്കിൽ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന വിശാലമായ ആകാശവും അതുപോലെ നമ്മൾ വസിക്കുന്ന വിശാലമായ ഭൂമി അല്ലെ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അതെടുത്ത് അള്ളാഹുവിന്റെ അർശിന്റെ ചോടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ അരികിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരി സമുദ്രത്തിന്റെ അടുക്കൽ വെക്കുന്നത് പോലെ ഉണ്ടാവുള്ളൂ. അത് തന്നെ വലിപ്പം ഉണ്ടാവൂല എന്ന്. അപ്പോൾ അത്രത്തോളം വിശാലമാണ് അള്ളാഹുവിന്റെ അർശ്. അത്രത്തോളം വലിയൊരു സൃഷ്ടിയാണ്, ഏറ്റവും വലിയൊരു സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ അർശ്. ഈ അർശിനെ പോലും കുലുക്കാൻ, അതിനെപ്പോലും പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഇസ്മ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്ന സമയം ഒരു 15 തവണ ഈ ഒരു ഇസ്മ പറഞ്ഞതിന് ശേഷം അയാൾ ദുആ ഇരുന്ന് കഴിഞ്ഞാൽ ആ ദുആ അള്ളാഹു ഉടനടി കേൾക്കും. കേൾക്കാനുള്ള കാരണം, ഈ ഇസ്മ പറയുന്ന സമയം അർശിനൊരു ചെറിയ പ്രകമ്പനം ഇങ്ങനെ കൊള്ളാൻ തുടങ്ങും. അർശ് ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങും, വിറയ്ക്കാൻ തുടങ്ങും. ഈ അർശ് വിറയ്ക്കുന്ന സമയത്ത് റബ്ബ് ചോദിക്കും, എന്താണ് സംഗതി, എന്താണ്? അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല. അപ്പൊ മലക്കുകൾ വിളിച്ചു പറയും, എന്ത്? ഇന്നാലിന്ന വ്യക്തി, അള്ളാഹുവെ ദുനിയാവിൽ ഇന്നാലിന്ന മനുഷ്യൻ, ഇന്നവൻ എന്ത് ചെയ്യുന്നുണ്ട്? നിന്റെ ഈ ഇസ്മ ചൊല്ലുന്നുണ്ട് ഇന്ന ആവശ്യത്തിന് വേണ്ടി, ഇന്നൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട്, ഈ ഒരു കാര്യം കടം വീഴണം എന്ന ഉദ്ദേശം കൊണ്ട്, അല്ലെ മക്കളെ കെട്ടിക്കാനുണ്ട് എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട്, വീട് കിട്ടാൻ വേണ്ടിയിട്ട്, ജോലി ശരിയാകാൻ വേണ്ടിയിട്ട്, മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്തോ ഒരു ആവശ്യം പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഈ ഇസ്മ ചൊല്ലുന്നുണ്ട് റബ്ബേ എന്ന് മലക്കുകൾ വിളിച്ചു പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യം ഉടനടി നടപ്പാക്കി കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. നോക്കുങ്ങൾ, നമുക്ക് വലിയ വലിയ സൃഷ്ടികൾ ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന, ഭൂമിയിൽ കാണുന്ന ഇപ്പോൾ വലിയൊരു പടുവൃക്ഷം, വലിയൊരു വൃക്ഷം, നമ്മളതൊന്ന് കുലുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ടൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിയില്ല, നമ്മളെ കൊണ്ടൊന്ന് അനക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന, ഇതിനെയൊക്കെ മികച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ സൃഷ്ടിയാകുന്ന അർശ് പോലും കിടുകിടാ വിറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ചില ഇസ്മുകൾ കൊണ്ട്, ചില വാക്കുകൾ കൊണ്ട് നടക്കും. ആ ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പോകുന്നത്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഇനി നമ്മൾ ദുആ ഇറക്കുന്നതിന് മുമ്പ്, എപ്പോൾ ദുആ ഇറക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇസ്മ ഏതാണ്? യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം. ഏതാണ് ഇസ്മ? യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. സർവ്വതിനെയും പടച്ചു പരിപാലിക്കുന്നവനായ അല്ലാഹ്, സർവ്വതിന്റെയും ഉടമസ്ഥനായ അല്ലാഹ്, എന്റെയും നിങ്ങളുടെയും ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും അർശിന്റെയും സൃഷ്ടാവായ റബ്ബേ. ഇതിന്റെയൊക്കെ
മഹത്വമുടയവനായ അള്ളാ, സൃഷ്ടാവായ അള്ളാ, സംരക്ഷിക്കുന്നവനായ അള്ളാ, സംഹരിക്കുന്നവനായ അള്ളാ, ഇതാണ് വിളിക്കുന്നത് നമ്മൾ. അപ്പൊ ഇതിന്റെ ഒക്കെ ഉടമസ്ഥ നീയാണ്. എനിക്ക് സമ്പത്ത് വേണം, അത് നീയേ തരാനുള്ളൂ. എൻ്റെ മറ്റാവശ്യങ്ങളുണ്ട്, അത് പൂർത്തീകരിച്ച് തരാൻ നീയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാവണം നമ്മൾ വിളിക്കേണ്ടത്. യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം. ഈ രണ്ട് ഇസ്മുകളുടെ ഒരു കൂട്ടം. ഇതെന്ത് ചെയ്യുക, നമ്മളൊരു 15 തവണ ചൊല്ലിയിട്ട് റബ്ബിനോട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനം വിറയ്ക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനടി അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതായി കാണാം. ഇനി അതോടൊപ്പം തന്നെ നമ്മളൊക്കെ പല സംഗതികളിലേക്ക് ഏർപ്പെടുന്ന ആളുകളാണ്, ഇല്ലേ? ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, അതുപോലെ വീട്ടു ജോലി ചെയ്യുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മേഖലകളിലെല്ലാം വിജയം ഉണ്ടാകാൻ, ഫത്തഹ് ഉണ്ടാകാൻ, അടുക്കള ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അതിലൊരു വിജയം വേണം. കാരണം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയണം, ഇല്ലേ? ഇനി മറ്റു ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കതിൽ മികവ് കിട്ടണം, വിജയം കിട്ടണം. ചില ആളുകൾ ഇപ്പൊ എന്ത് ചെയ്യുക, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ടും കിട്ടണില്ല, ഇല്ലേ? അപ്പൊ അതിലൊക്കെ തടസ്സങ്ങളൊക്കെ മാറി കിട്ടണം. അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നല്ല വരുമാനം, ഉയർന്ന വരുമാനം കിട്ടണം, സാലറി കൂടുതൽ കിട്ടണം, അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകണം, ഇങ്ങനെ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നുണ്ട് അതിൽ വിജയം കിട്ടണം, ഇല്ലെ ഉന്നത മാർക്ക് കിട്ടണം, ഇങ്ങനെ പല മേഖലകൾ. അപ്പൊ ഇതിലൊക്കെ നമുക്കൊരു വെച്ചടി കയറ്റം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരു 5 തവണ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും, ഇപ്പൊ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ കച്ചവടം തുടങ്ങാൻ, കട തുറക്കാൻ പോവുകയാണ് അപ്പോഴാണെങ്കിലും, അടുക്കളയിലേക്ക് കയറാൻ പോകുമ്പോഴാണെങ്കിലും, ഇനി പഠനത്തിന് പോവുകയാണ്, ക്ലാസ്സിലേക്ക് കയറാൻ പോവുകയാണ്, നമ്മുടെ വലത് കൈ, ഈ കൈയുടെ പള്ള എന്ത് ചെയ്യുക, നെഞ്ചത്തേക്ക് വെച്ചിട്ട്, അതായത് കൽബിന്റെ ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് 5 തവണ, ഈ 5 വിരലുകൾ നമ്മുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് 5 തവണ ഈ പറയുന്ന ഇസ്മ ചൊല്ലുക. എന്താണ് ഇസ്മ? യാ ഗനിയു യാ മുഗ്നി യാ അല്ലാ, യാ ഗനിയു യാ മുഗ്നി യാ അല്ലാ, യാ ഗനിയു യാ മുഗ്നി യാ അല്ലാ. ഒരു 5 തവണ ഈ ഒരു ഇസ്മ പറഞ്ഞാൽ, കാരണം വിളിക്കുന്നത് എന്താ, സമ്പന്നനായ അല്ലാ, സമ്പന്നനായ, സമ്പത്ത് നൽകുന്നവനായ അല്ലാ, ഐശ്വര്യവാനായ അല്ലാ, ഐശ്വര്യവാനാക്കുന്നവനായ അല്ലാ, ഇല്ലേ? അള്ളാഹുവാണ് നമുക്ക് ഇതൊക്കെ നൽകേണ്ടത്. റബ്ബിനാണ്. റബ്ബിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇല്ലേ? അള്ളാഹുവിന് ഇപ്പോൾ വലിയ സമ്പത്ത് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സമ്പത്ത് വേണ്ടത് ആർക്കാണ്? നമുക്കാണ് സമ്പത്ത് വേണ്ടത്, ജോലി വേണ്ടത്, മക്കളെ വേണ്ടത്, ഇതൊക്കെ നമുക്കാണ്. റബ്ബിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഐശ്വര്യവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തൊട്ടും. ഇവനാണ് ഐശ്വര്യവാനാക്കുന്നത്, ഇല്ലേ? അള്ളാഹുവാണ് സമ്പന്നനാക്കുന്നത്. അള്ളാഹു ഏറ്റവും വലിയ സമ്പന്നനാണ്. അപ്പൊ അങ്ങനെ ഈ ആശയം വരുന്ന ഇസ്മ 5 തവണ നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സംഗതി പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്, അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫത്തഹിലാക്കി തരുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നല്ലതുപോലെ ആത്മാർത്ഥമായി ദുആ ഇറക്കുക. ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഇസ്മ നെഞ്ചേറ്റി നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും തീർത്ത് സന്തോഷമുള്ള, സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചതിക്കാൻ ശ്രമിക്കുന്നവർ, വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർ, നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, ഐബാക്കാൻ ശ്രമിക്കുന്നവർ, അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നിച്ച് നല്ല മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്കൊക്കെ നമ്മോട് മഹബത്തും സ്നേഹവും അതുപോലെ തന്നെ ഒരു അനുകമ്പയും നൽകി അള്ളാഹു പരസ്പര സ്നേഹത്തോടെ, ഐക്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.